മാന്നാർ എരമത്തൂർ സ്വദേശിയായ കലയെ 2008-2009 കാലഘട്ടത്തിലാണ് കാണാതാകുന്നത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ യുവതി മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതിയത്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതിപ്പെടാനോ കലയെ അന്വേഷിക്കാനോ ആരും മിനക്കെട്ടില്ല. ഭർത്താവ് അനിൽകുമാറും മറ്റു ബന്ധുക്കളും ചേർന്ന് കലയെ കൊന്ന വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണത്തിനൊടുവിൽ അനിൽകുമാറിന്റെ ബന്ധുക്കളായ സുരേഷ്, ജിനു, പ്രമോദ്, സന്തോഷ്, സോമൻ എന്നിവരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ അവരെ ഈ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കലയുടേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങളും മറ്റും ലഭിച്ചു. ഇവ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയക്കും. വിദേശത്തുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും നടപടികൾ ആരംഭിച്ചു. അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മർഡറിന് എഫ്ഐആർ ഇടുന്നത്. പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഒരേ നാട്ടുകാരായ അനിലും കലയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ബന്ധത്തെ വീട്ടുകാർ എതിർത്തെങ്കിലും ഒരുമിച്ചു. ഒരു മകനുണ്ട്. കലയെ കാണാതായതിന്റെ പിറ്റേ ആഴ്ച തന്നെ അനിൽ മറ്റൊരു വിവാഹം കഴിച്ചു. ഇതിൽ 2 ആൺകുട്ടികളുണ്ട്. എങ്ങനെ കൊലപാതകം നടത്തി, എന്തിനാ, ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയവയ്ക്കും വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.